ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കിടക്കുമ്പോൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ് 4 മണിക്ക് എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത് കേട്ടോ. പക്ഷെ 4 മണിക്ക് ഈ പറഞ്ഞ പോലെ അലാറം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഒന്നാമത്തെ വട്ടം എന്നെ വിളിച്ചു, ഞാൻ എണീറ്റില്ല. രണ്ടാമത്തെ വട്ടം എന്നെ ഒന്ന് അടിച്ചു, അപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. അപ്പം അങ്ങനെ എണീറ്റ് വേഗം പോയി കുളിച്ചിട്ടാണ് അടുക്കളയിലോട്ട് കയറി വന്നത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് കുളിച്ച് വേറെ ഒന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. പിന്നെ അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ജനൽ തുറന്നു നോക്കിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ തണുവാണ് ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 4 മണിയായി കാരണം ഞാൻ പിന്നെ തുറക്കാതെ ഇരുന്നാണ്. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഞാൻ പുറത്ത് ലൈറ്റ് ഇട്ട് കാരണം അങ്ങനെ ലൈറ്റ് കാണുന്നത്. പിന്നെ ഞാനങ്ങനെ തുറന്നിട്ടു. എന്തായാലും തുറന്നതല്ലേ വിചാരിച്ച് തുറന്നിട്ടു കേട്ടോ. അപ്പോൾ ചേട്ടനും സത്തൂട്ടിയാണെങ്കിൽ അവിടെ സുഖമായിട്ട് കടന്നു ഉറങ്ങുന്നുണ്ട്. സംഭവം മഴ പെയ്തൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല. എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ എന്താണോ വിചാരിച്ചു, ജനൽ തുറക്കേണ്ട പേടി കാരണം ഞാൻ പിന്നെ തുറന്നില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് മഴ പെയ്താന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെക്കണം, കറി എന്തെങ്കിലും വെക്കണം, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും ആണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വലിയ പരിപാടികളും പണികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കാരണം തലേ ദിവസം തന്നെ ഞാൻ കിച്ചണിൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നേരം വിളിച്ചാകുമ്പോൾ വന്നിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടൈം വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ രാത്രി ഞാൻ എല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടും തുടച്ച് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ അതേപോലെ തന്നെ ചെയ്ത കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വലിയ വൃത്തികേടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേത് ഈ പറഞ്ഞ പോലെ നമ്മൾ തലേദിവസം വൃത്തിയാക്കുന്ന സമയത്ത് ഇപ്പോൾ സുത്തൊട്ടി വന്നിട്ട് വെള്ളത്തിൽ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മടി കാരണം അതൊന്നും എടുത്തു വെക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എനിക്കും ഉറക്കഭ്രാന്ത് വന്നിട്ട് ഞാനും പോയി കിടക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഒക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കാതെ നമുക്ക് തന്നെ ടയേർഡ് വരുള്ളൂ. അപ്പോൾ അത് കാരണം ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത ദിവസമായ കാരണം ഇന്നലെ ഞാൻ പക്ക നല്ല കിച്ചണൊക്കെ നല്ല കൂളാക്കി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ രാവിലെ തന്നെ അടുക്കളോട്ട് കയറി വന്നപ്പോൾ. ആ കയറി വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന മറ്റേ നമ്മുടെ ലക്കി ബാമ്പു ട്രീ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു മനസ്സിലെന്തോ നമ്മുടെ ഒരു വേറൊരു വൈബിലേക്ക് പോണ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ പുറത്ത്. അപ്പോൾ പുറത്തോട്ട് നോക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ചില സമയത്ത് എനിക്ക് പേടി ഉണ്ടാവാറില്ല. പക്ഷെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ പേടി ഉണ്ടായിരിക്കും, എനിക്ക് മാത്രമായിരിക്കില്ല. ചിലർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ സ്വത്തുട്ടിക്കാണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ. അവർ ഏത് ഇരുട്ടത്തോടെ ആണെങ്കിലും അവർ പോവും, അവരങ്ങനെയാണ്. അപ്പോൾ സ്വത്തുട്ടിനെ അങ്ങനെ തന്നെ കേട്ടോ പഠിപ്പിച്ചാക്കണത്. അപ്പോൾ നമ്മൾ പേടിപ്പിക്കാൻ പാടില്ലല്ലോ. അവർ കണ്ടറിഞ്ഞ് ഇങ്ങനെ അവർക്ക് അറിയണ്ട, അവർ അനുഭവം കൊണ്ടല്ല എല്ലാം പഠിക്കുന്നത്. അത് വെച്ച് നമ്മൾ ഇരുട്ടത്തിലോട്ട് കണ്ട് വിട്ടയക്കുന്നല്ല. നമ്മൾ ചെറുതായിട്ട് വീടിൻ്റെ മുറ്റത്ത് സൈഡിലേക്കൊക്കെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരാനും അങ്ങനെ നമ്മുടെ കൂടെ വരില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അയ്യോ അവിടെ പാമ്പിച്ചുണ്ട് ഭൂതമുണ്ട് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരാളല്ല കേട്ടോ സ്വത്തുട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ചെറുതായിട്ട് കൺട്രോളൊക്കെ ചെയ്യട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നിനും പേടിയല്ലാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാപ്പി ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഒക്കെ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷനിൽ കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒരു വഴുവഴുപ്പ് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വഴുവഴുപ്പ്, പിന്നെ ചിലപ്പോൾ വെന്തളിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. കറക്റ്റായിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇരട്ടി പണിയാണ്. അപ്പോൾ അതിനൊക്കെ നല്ലത് കലത്തി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കലത്തിൽ അരി ഇട്ടിട്ട് വെള്ളം പാകത്തിന് വെച്ചിട്ട് ഇൻഡക്ഷനിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്ക് പുറത്താണല്ലോ, അവന് കൂടൊന്നുമില്ല. അപ്പോൾ ആ മഴ പെയ്ത കാരണം ഭയങ്കര ഒച്ചയും ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടനെ വിളിച്ച് ചേട്ടൻ ഈ പറഞ്ഞ പോലെ അവനെ മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് ചെറിയൊരു സീനാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കൂര ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല കൂര ഇരുട്ടാണ്. അപ്പോൾ കുക്കുവിനാണെങ്കിൽ ഭയങ്കര തണുവും ആ ഒരു
ഇന്നലെ തലേ ദിവസം പറഞ്ഞ പോലെ ഞങ്ങൾ ചെറുതായി ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ ചെറുതായി ഞങ്ങൾ ഈ പൈപ്പ് കൊണ്ടൊക്കെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ഇങ്ങനെ നിന്ന് തരുമായിരുന്നു കേട്ടോ, എന്നെ കുളിപ്പിച്ചു. അതായത് 2-3 ആഴ്ചയൊക്കെ ആയി ശരിക്കും മേലിലൊന്നും വെള്ളം നനച്ച് കൊടുത്തിട്ട് കുക്കുവിന് കേട്ടോ. അപ്പോൾ അവന് ഈ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യം വെള്ളം ആയപ്പോൾ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതായപ്പോൾ ആൾ പിന്നെ കൂളായി, കാരണം ഈ ചൂടൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അവൻ നിന്ന് തരുമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രി ഇങ്ങനെ മഴ പെയ്യുമെന്നായിരുന്നു വിചാരിച്ചില്ലല്ലോ. അപ്പോൾ അത് കാരണം എന്താ പറയുക, ചെറുതായി തുമ്മലൊക്കെ ഉണ്ടായിരുന്നു കുക്കുവിന് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തുമ്മൊക്കെ ഉണ്ടായിരുന്നു. മഴച്ചാറിൽ കൊണ്ടിട്ടാ തോന്നുന്നു കേട്ടോ. കറക്റ്റ് മഴ പെയ്യുവാണെന്ന് ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം ഞാൻ കുളിച്ച് വന്നിട്ടും കിച്ചണിലോട്ട് വന്നിട്ടും എന്താ സൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജനല ഓപ്പൺ ചെയ്തപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ കുക്കുവിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ചേട്ടൻ എന്നിട്ട് പോയിട്ട് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ ഒരു മുട്ട ഇടാറുണ്ട് കേട്ടോ. മുട്ട ഇടുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടാനും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും. നമുക്ക് വെറുതെ ഇരുന്നിട്ട് വേണമെങ്കിലും തിന്നാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു മോഡൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് ദോശ വെറുതെ ഗോതമ്പ് പൊടിയും വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും. പക്ഷേ മുട്ട ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് മിക്സാക്കി കിട്ടുമല്ലോ. ഇവിടെ മറ്റേ ബ്ലെൻഡറൊന്നും ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അത് ഞാൻ മിക്സിയിൽ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് കലങ്ങി കിട്ടുമല്ലോ. കലങ്ങിയെല്ലാം ഒന്ന് മിക്സാക്കി നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞ പോലെ കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയായിട്ട് ഞാൻ ചെയ്യാറ്. അപ്പോൾ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളിപ്പോൾ കൈ കൊണ്ടായാലും ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇളക്കണം. എന്നാലും ബ്ലെൻഡറും മിക്സിയുടെ ജാറും വ്യത്യാസമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ബ്ലെൻഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കറിയില്ല. പക്ഷേ ഈ മുട്ടയും ഗോതമ്പും ഭയങ്കര കട്ട പോലെയല്ലേ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ പറ്റിയായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും, നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എടുത്ത സാധനങ്ങൾ അതാത് സ്ഥലത്ത് കൊണ്ടൊക്കെ അപ്പം പണികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പണികളൊന്നും വരില്ല കേട്ടോ. ഇപ്പോൾ ഒരു കുപ്പി എടുത്ത് വെച്ചാൽ അത് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ അധിക പണികളൊന്നും വരുന്നതായിരിക്കില്ല. ആ ഒരു പണി അവിടെ കഴിഞ്ഞു, അത് അങ്ങോട്ട് ഫുൾഫില്ലാക്കി കംപ്ലീറ്റ് ആക്കുക ചെയ്യുക. പിന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ കയ്യിലിട്ടിട്ട് ചട്ടിയിൽ ഒഴിക്കാൻ പോകുന്നത്. അതായത് വേറെ ഇപ്പോൾ നമുക്കൊന്നും കാണിക്കാനില്ല. ഞാൻ എന്താണോ എൻ്റെ ലൈഫ് എന്താണോ അതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ വല്ല റെസിപ്പിയുടെ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്, എൻ്റെ സാധാ ഒരു ലൈഫാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ നമ്മൾ എന്താണോ നോക്കുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ പാത്രത്തിലോട്ട് ഒഴിക്കാറുണ്ട് ഈ ഒരു മാവ് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തിട്ട് കയ്യിലിപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൽ കൊള്ളുമല്ലോ, അതൊരു പാത്രം തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മുക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വേറെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് പിന്നെ അതൊന്ന് നമുക്ക് വീണ്ടും ചട്ടിയിൽ ഒഴിച്ച് എന്തിനാ ഒരു പാത്രം കയ്യിൽ വേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി നോക്കട്ടെ. ചില സ്ഥലങ്ങളിൽ ചില വീടുകളിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചീത്തൊക്കെ കേൾക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ കൂളായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ചെയ്തു പോവാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മുട്ടയിട്ടുള്ള ദോശ ഞാനിങ്ങനെ പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ ചട്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ പറ്റി പിടിക്കുമ്പോൾ നമ്മൾ ഈ മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പറ്റി പിടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ അരിദോശയായാലും ശരി ഗോതമ്പ് ദോശയായാലും ശരി എന്ത് ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മുട്ട മതി കേട്ടോ. ഒരു മുട്ട ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല എണ്ണമയോ ഇതൊന്നും വേണ്ട, ശരിക്ക് ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു ദോശ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പുളി, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം പുളി കേട്ടോ. പുളി അതിൻ്റെ ഇപ്പോൾ പുളിവെള്ളം നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കറക്റ്റ് പാകത്തിന് ആ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ അതിനുള്ള സാധനങ്ങൾ അരിഞ്ഞു വെക്കുക കേട്ടോ. ഞാനിവിടെ അരിഞ്ഞു വെക്കുന്നത് തക്കാളി, പിന്നെ അതേപോലെ സബോള, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. നമുക്ക് സബോളയുടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം. സബോള
സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ തക്കാളി വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടെണ്ണോ മാക്സിമം കേട്ടോ, കൂടണ്ട. നമ്മൾ എന്തായാലും പുളി ചേർക്കുന്നതല്ലേ, അത് കാരണം നമ്മൾ കൂടണ്ട കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിന് നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ കൂട്ടുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലും അതിൻ്റെ ചുവ വ്യത്യാസമൊക്കെ മാറും. അപ്പോൾ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കണ്ട. അപ്പോൾ എന്താ പറയുക, പാകത്തിന് എല്ലാം അരിഞ്ഞു വെച്ച് സെറ്റാക്കുക കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ചെറിയ ഒരു സബോളയും പിന്നെ 2 തക്കാളിയും ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ടത്, പിന്നെ നമ്മൾ ചെറിയൊരു അല്ലി ഇഞ്ചിയും, പിന്നെ അതേപോലെ ഒരു 5-6 എണ്ണം വെളുത്തുള്ളി പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറീനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറ് വേണം കേട്ടോ. അപ്പോൾ ചിലർക്ക് ഈ കറി ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കറി, പാലക്കാടും തൃശ്ശൂരും പാലക്കാട് ബോർഡറുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കറിനെ കുറിച്ച് അറിയും. കറിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചിലർക്ക് പുളിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാനിവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചിയും, തക്കാളി, സബോളയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഓർമ്മ വന്നത് കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുത്ത് വെക്കാറൊന്നുമില്ല, ഓൺ ദ സ്പോട്ട് പോയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ല കൂരിയിട്ടാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറം ആ സൈഡ് കുളമൊക്കെയാണ്. ചില സമയത്തൊക്കെ നീർക്കോലിയും പാമ്പൊക്കെ കയറി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില മാത്രമേ ഞാൻ പൊട്ടിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ സേഫായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ പേടിയൊക്കെ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ, പക്ഷേ ചില സമയത്ത് ഞാൻ കാണിക്കാറില്ല, ഭയം. അപ്പോൾ ഇല പൊട്ടിച്ചപ്പോൾ അതിനുള്ളിൽ എന്തോന്നറിയില്ല, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് എറിയാറ്. അപ്പോൾ എറിയുമ്പോൾ എന്തോ ഈ മത്തങ്ങയുടെ എന്തൊക്കെയോ ഒരു പീസൊക്കെ എല്ലാവരും പറ്റി പിടിച്ചിരിക്കുക കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പെറുക്കി കളയുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. കുക്കുവിനെ അപ്പുറത്ത് ഈ ഒരു സെക്ഷനിലാട്ടോ കെട്ടിയിട്ടിരിക്കുന്നത്. മഴ പെയ്ത കാരണം ആ ഒരു വർക്ക് ഏരിയയിലാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. കുക്കു ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അവൻ ആ ഒരു സൈഡിൽ തന്നെയാട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ചെറിയൊരു ഏരിയയിലാണ് അവനെ കെട്ടിയിടാറ്. ഇപ്പോൾ കുക്കുവിന് ഇപ്പോൾ എന്തായാലും മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴ ആറിക്കഴിഞ്ഞാൽ അവനെ ഫ്രണ്ടിലോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിനി കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ലത് ആഹാരം ഉണ്ടായിരുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് എന്തായാലും കാപ്പി വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാപ്പി വെച്ചപ്പോൾ നല്ല ചൂടല്ലേ, പിന്നെ അതുമല്ല പണികളുടെ ഇടയിൽ ഞാനും കുടിക്കാനും മറന്നു പോയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദാഹിച്ചപ്പോൾ തൊണ്ടയുടെ അവിടെ എന്തോ ഒരു ഉരുള വന്ന് കിടക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് കുപ്പിയിലാക്കിയതായിരുന്നു കേട്ടോ. അതപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കാപ്പിയുടെ കറി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതേ കറി വെക്കുകയാണ് കേട്ടോ. കറി ഞാനിവിടെ ആദ്യം നമ്മൾ എണ്ണ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അതൊന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സവാള ഇട്ടിട്ട് സവാള ഒന്ന് വാടണം. സവാളയും വാടിക്കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടുക. അപ്പോൾ നന്നായിട്ട് അത് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ഉടഞ്ഞോട്ടെ കേട്ടോ. ഉടഞ്ഞാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ മീൻ കറിക്ക് നമ്മൾ എങ്ങനെ ഒരു മസാല ഉണ്ടാക്കുക അതേപോലെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴെങ്കിലും ചിലർക്ക് കത്തിയിട്ടുണ്ടാവും ഞാൻ എന്ത് കറിയാണ് വെക്കാൻ പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേറ്റിലാണല്ലോ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പ്ലേറ്റ് അവിടെ ഇരിക്കില്ല. അപ്പോൾ അത് കൈയോടെ തന്നെ കഴുകി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് കൈയോടെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലീൻ ആയിട്ട് എപ്പോഴും കിടക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ പൊടികളും സാധനങ്ങളൊക്കെ ഈ സ്ലാബിൻ്റെ ഉള്ളിലാണ് വെക്കാറ് കേട്ടോ. ഓരോ സ്ലാബിൻ്റെ ഉള്ളിലും ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടണ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ പൊടികളും കാര്യങ്ങളും, അരിപ്പൊടി, അങ്ങനെ ഗോതമ്പൊടി, അങ്ങനെയുള്ള സെക്ഷൻ കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള സ്ലാബിലൊക്കെ പാത്രങ്ങളാണ് കേട്ടോ. പാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ മേലെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കോട്ടോ. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, പച്ചമുളക്. അപ്പോൾ അത് കാരണം മുളക് പൊടി ഇടുമ്പോൾ കൂടുതൽ ഇടണ്ട. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വയറ് കത്തും. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനായാലും മുളക് നുള്ളാട്ടോ ഇടുന്നത്, കാരണം ഈ ഒരു മുളക് പൊടി ഭയങ്കര കത്തലാണ്. അപ്പോൾ
അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഒരു ഉള്ളിയിലും തക്കാളിയിലൊക്കെ ഒന്ന് മിക്സായിട്ട് കിടക്കണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ആയിക്കോട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല ഉണ്ടല്ലോ, അതും നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഏത് കമ്പനിയുടെ ഫിഷ് മസാലയിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലിപ്പോൾ ആ ഒരു ഫിഷ് മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് പറഞ്ഞ പോലെ വെറുതെ ഈ ഒരു കറി കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഇടുന്നത് കേട്ടോ. ചിലർ ഇടും, ചിലർ ഇടത്തില്ല, അങ്ങനെയാണ്. എന്നാലും പാലക്കാട് ഏരിയയിൽ ഒക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിന് നമ്മൾ ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു ചൂടിൽ നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് കിട്ടണ പോലെയൊക്കെ ആവണം കേട്ടോ. കരിയാൻ പാടില്ല, ഒന്നൊന്ന് ആയി കിട്ടണം. അപ്പോൾ അത് നല്ലോണം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ കരിയാൻ പാടില്ല, കരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കറി ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കരിയണതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകുന്നല്ലോ, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിക്കുക. ഒന്ന് വറ്റിച്ചാൽ മാത്രമേ ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് പുളിയുടെ വെള്ളം ഒന്നും കൂടി പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് 2-3 ട്രിപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ 2-3 ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പുളിയിട്ട പാത്രം കുറച്ചിട്ട് ചെറുതാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ 2 ദിവസത്തേക്കാണെങ്കിലും പുളി നമുക്ക് ഈ കറി നമുക്ക് യൂസ് ചെയ്യാം, കേടൊന്നും വരത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2-3 ട്രിപ്പ് ഞാൻ പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലൊന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അത് തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണ പോലെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റിയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കറി നമുക്ക് മീനില്ലാത്ത മീൻകറി എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതാ ഒന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ ഇത് വറ്റിയിട്ടൊന്നുമില്ല, തിളച്ചിട്ടുമില്ല. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറ്റണ സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. കാരണം മുളക് പൊടിയൊക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പോയി കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ തുടയ്ക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഈ തുടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇരട്ടി പണിയായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിൻ്റെ അടിയിൽ പൊടിയായിട്ട് വേറെ എവിടെയെങ്കിലും പാത്രം വെച്ച് കഴിഞ്ഞാൽ അത് അവിടെയാവും, അങ്ങനെയൊക്കെ ആവുള്ളൂ. അപ്പോൾ കൈയോടെ നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നലെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാളികേരം പൊതിച്ച് തരാം കേട്ടോ. കാരണം എനിക്ക് പൊതിക്കാൻ അറിയില്ല മടാൾ കൊണ്ട്. ഇനിയിപ്പോൾ അഥവാ പൊളിക്കുകയാണെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വെട്ടുകൊത്തിയോ അല്ലെങ്കിൽ മടാൾ കൊണ്ടൊക്കെ നമ്മുടെ കൈ തന്നെ മുറിച്ചെന്ന് വരാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ നല്ലൊരു നാളികേരം എനിക്ക് പൊതിച്ച് തന്നതാണ്. അപ്പോൾ നാളികേരം വേറെ ഒന്നിനല്ല കേട്ടോ, നമുക്ക് ചട്ടിനി ഉണ്ടാക്കണം. സ്വത്തുട്ടിക്ക് ഈ ദോശയുടെ കൂടെ കൂട്ടി കൊടുക്കണ്ട. അപ്പോൾ അത് കാരണം അവന് ചട്ടിനി ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാങ്ങ ഇരിപ്പുണ്ട്, നല്ല തേങ്ങ കൊണ്ടൊരു വെറൈറ്റി അല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സ്വത്തുട്ടിക്ക് ഈ നാളികേരത്തിൻ്റെ വെള്ളം അതേപോലെ ഇളനീരിൻ്റെ വെള്ളമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ പൊതിച്ചപ്പോൾ ആ വെള്ളം ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി എണീറ്റ് കഴിഞ്ഞാൽ അവന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. നാളികേരത്തിൻ്റെ വെള്ളം ശരിക്കും കുടിക്കുന്നത് നല്ലതാട്ടോ. വെറും വയറ്റിലൊക്കെ കുടിക്കുന്നത് നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ അന്ന് കുറച്ചേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്വത്തുട്ടിക്ക് എടുത്ത് അതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുടിച്ച് നോക്കിയപ്പോഴും മധുരം അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത നല്ല നാളികേരം തന്നെയായിരുന്നു. നമ്മൾ ശരിക്കും വെള്ളത്തിൻ്റെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ മധുരവും ടേസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ ക്വാളിറ്റി നമുക്കറിയാൻ പറ്റും കേട്ടോ. കാരണം തേങ്ങയുടെ വെള്ളം പൊട്ടയാണെങ്കിൽ ആ തേങ്ങ കൊണ്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ വേസ്റ്റായി പോകുള്ളൂ, ഒരു രസം ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ എത്ര മസാല ഇട്ടിട്ട് എത്ര ഇതാക്കി വെച്ചിട്ടുള്ള സാമ്പാറാണെങ്കിലും ഈ പൊട്ട തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്വത്തുട്ടിക്ക് നാളികേര വെള്ളം ഞാൻ മാറ്റി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല, വറുത്തിടേണ്ട കാര്യമൊന്നും ഇല്ല. വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ഒക്കെ
ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിടാം. പക്ഷെ ഞാനിവിടെ വറുത്തിടാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മീൻകറി വെക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു മെത്തേഡ് പോലെ തന്നെയാണ് വെക്കാറ്. വീണ്ടും വറുത്തിടുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം വേറെ അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയായി. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചു. ഞാൻ ഓരോ സെക്ഷനിലായിട്ടാണ് ഇങ്ങനെ വെക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചോറ്, കറി, ഉപ്പേരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഒരു സെക്ഷനിലായിട്ട് വരിയിൽ വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഇനി അടുത്ത പരിപാടി നമ്മുടെ തേങ്ങ ചിരകൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകുകയാണ്. അടുപ്പത്ത് ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറായിട്ടില്ല, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മിക്സിയുടെ ജാറിൽ വെറും തേങ്ങ മാത്രം ഇട്ടിട്ടുണ്ട്. മറ്റേതിൽ ഞാൻ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിതാ തേങ്ങയും പിന്നെ മാങ്ങ ചനച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ളൊരു 3 പച്ചമുളക് ഞാൻ നടുക്ക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സോത്തൊട്ടിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2ന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികമായി വരുത്, കുറഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല. അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റില്ല കേട്ടോ. പിന്നെ മിക്സിയിലൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അമ്മിയിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. പക്ഷേ മിക്സിയിൽ അരയ്ക്കണ കാരണം എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അറിവ് കുറവാന്ന് അറിയില്ല. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. മുന്നേയൊക്കെ ഇതേപോലെ നമ്മൾ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കിയത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അന്നൊക്കെ മറ്റേ അമ്മിയിലായിരുന്നു അരയ്ക്കേണ്ടായിരുന്നത്. ശരിക്കും മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. വെള്ള ചമ്മന്തി അല്ല, ചുവപ്പ് ചമ്മന്തി ആയിരിക്കും തേങ്ങ ചമ്മന്തി. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മിയും അരക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും കറി വെക്കാൻ പോവുകയാണെങ്കിൽ അപ്പം കറണ്ട് പോകും. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറി കൂട്ടാനോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറി കൂട്ടാനോ നമുക്ക് ഭയം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ അമ്മിയൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് നമ്മൾ കറി വയ്ക്കുമ്പോൾ കറണ്ടും ഉണ്ടാവില്ല. കറണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആകെ അന്താളിച്ച് നിൽക്കും. പിന്നെ നമുക്ക് ആ ഒരു കറി വയ്ക്കാനുള്ള മൂടൊക്കെ നമ്മുടെ പോയി കിട്ടും. അപ്പോൾ ചെറിയൊരു അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അത് കാരണം ചെറിയൊരു അമ്മയൊക്കെ മേടിക്കണം. അമ്മി വെക്കാനുള്ള സംഭവം ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം അമ്മി മേടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒക്കെ അരച്ച് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. 2ഉം ഞാൻ അരച്ചു കേട്ടോ. 2 ജാറിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ഉം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും ചേർക്കണ്ടല്ലോ, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലത്തിന് ശേഷമാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതും കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ അരച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു കൊതി കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ അത്ര എനിക്ക് വലിയ ടേസ്റ്റോ ആ ഒരു ഇത് തോന്നിയില്ല. പിന്നെ കുറച്ചിത്തിരി വെള്ളം കൂടിപ്പോയെന്ന് തോന്നിട്ടോ. മറ്റേത് നമ്മൾ തേങ്ങ ചമ്മന്തി അരയ്ക്കുമ്പോൾ വെള്ളം കൂട്ടില്ലല്ലോ അമ്മിയില്ല. അപ്പോൾ അത് ശരിക്കും കറക്റ്റ് ഉണ്ട പോലെ ലഡ്ഡു പോലെയൊക്കെ നമുക്ക് ഉരുളൊക്കെ ആയിട്ടാണ് നമ്മൾ ചോറിലൊക്കെ വെച്ച് തരാറ്. അപ്പോൾ ഇത് കുറച്ചിത്തിരി വെള്ളം കൂടുതലായി. അപ്പോൾ അത് കാരണം ഇത് ഉണ്ടാകാനൊന്നും പറ്റത്തില്ല കേട്ടോ. മറ്റേത് ശരിക്കും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ കിണ്ണത്തിലൊക്കെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയും ടേസ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എരിവൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാം സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ലുക്ക് എങ്ങനെയാണ് കേട്ടോ, കണ്ടാൽ ഭയങ്കര ലൂസ് പോലെയൊക്കെ ആയി. ഭയങ്കര കട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ പറഞ്ഞ പോലെ ലൂസായിട്ടുണ്ട്. ആ ഇല കാണുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ ഇലയാണ് കേട്ടോ, വേറെ തെറ്റിദ്ധരിക്കേണ്ട. അപ്പം നമുക്ക് ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് ചോറിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു പുളിക്കറിയുടെ ഒപ്പം നമുക്ക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം കേട്ടോ. എന്തെങ്കിലും സൈഡ് ഇപ്പോൾ ചേട്ടനായാലും ചെറിയൊരു സൈഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് കാരണമാണ് ചമ്മന്തി ഉണ്ടാക്കിയേക്കണേ. എന്തായാലും ഈവനിങ് വേറെ കറി ഉണ്ടാക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, ചേട്ടന് ഈ പുളിക്കറിയോട് ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഇവിടെ ശരിക്കും പുളി കുറവാണ് കേട്ടോ ഉപയോഗിക്കുക. ഞാൻ മാത്രമാണ് പുളി കൂടുതൽ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സോത്തുട്ടിയുടെ ചട്ടണി ആയാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുളക് പൊടി കുറച്ച് ഇട്ടു കേട്ടോ സോത്തുട്ടിയുടെ ചട്നിയിൽ. കുറച്ചായിട്ടുള്ളൂ, ആ കളറൊന്നും കാണുന്നില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് അങ്ങനെ ചെറുതായിട്ടൊന്നും കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 4:30 ടൈമിലാണ് ശരിക്കും അടുപ്പത്ത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം എന്ന് പറയുന്നത് 5:15 ആയിട്ടുണ്ട് കേട്ടോ. സമയം ആയിട്ടില്ല, ആയിക്കൊണ്ടുള്ളൂ. വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അടിയിൽ നിന്ന് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കും.
ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി ഈ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഇന്നലെ ഞാൻ വൈകിട്ട് കിടക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകിയിട്ടാണ് അവിടെ കമത്തി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അവിടെയൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇന്നലെ ശരിക്കും കിടക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ എന്താണ് കറി വയ്ക്കുക, എന്നിട്ട് ചെയ്യുക എന്നൊരു പിടുത്തമില്ലായിരുന്നു കേട്ടോ. ഒരു പിടുത്തമില്ലാണ്ടാണ് ഇന്നലെ കിടന്നത്. പിന്നെ വിചാരിച്ചു എന്തായാലും തക്കാളി സബോളയൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു കറിയൊക്കെ വെക്കാം. പിന്നെ എന്നിട്ടാ ചമ്മന്തി ഉണ്ടാക്കാമല്ലോ, തേങ്ങയും നമ്മുടെ വീട്ടിലുണ്ട്, അപ്പം ചമ്മന്തി ഉണ്ടാക്കാം, മാങ്ങയുണ്ട്, അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നലെ പിന്നെ കടന്നു കേട്ടോ. വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിലൊന്നും നിങ്ങൾക്ക് ഉണ്ടായൊന്നും വരില്ല. പക്ഷേ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ വലിയൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിന് 2 പാർട്ടീഷനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ചെയ്തിട്ടില്ല കേട്ടോ. ഇവർ പണിത സമയത്ത് ഇങ്ങനെയായിട്ട് കെട്ടിയതാണ്. ശരിക്കും അതിന് അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിന് എവിടെയും അടുപ്പൊന്നും ഇല്ല, എന്തെങ്കിലും പുറത്തെങ്കിലും അടുപ്പൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വീട്ടിന് അടുപ്പില്ല കേട്ടോ. അടുപ്പ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതേ ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങിച്ചിട്ടുള്ള പഴമാണ്, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന കാരണം മുന്തിരി കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ 2-3 എണ്ണമൊക്കെ മഞ്ഞ കളറായിട്ടൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് കളഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എത്ര വൃത്തിയാക്കിയാലും ഈ ടേബിളായാലും ശരി, റൂമായാലും ശരി, ഹോളായാലും ശരി, വീണ്ടും വൃത്തികേടായി കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ പിള്ളേരുടെ അടുത്ത് വഴക്കൂടിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ലല്ലോ, അവർ ചെയ്യും. അത് അവരുടെ ഒരു കാലമാണല്ലോ, വികൃതിയും കുറുമ്പും പറഞ്ഞ പോലെ ഓരോ കുറുമ്പത്തരം കാണിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുമ്പത്തരം ചിലപ്പോൾ കാണില്ല, നമുക്ക് കാണാൻ പോലും, നമുക്ക് നമ്മുടെ അടുത്ത് ഇരിക്കാൻ പോലും ചിലപ്പോൾ അവരെ കിട്ടില്ല. അപ്പം അത് കാരണം എന്താ ചെയ്യട്ടെ എന്നുള്ള മൈൻഡിലാണ് കേട്ടോ. അപ്പം ഞാനെല്ലാം അങ്ങനെ ചീത്ത പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഓരോന്നിൻ്റെ മേലെ കയറിയിട്ടൊക്കെ ചാടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയും കേട്ടോ. അല്ലാണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചീത്ത പറയാറില്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഇപ്പം എത്ര നാളവരുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ അങ്ങനെ കാണുമ്പോഴല്ലേ നമുക്ക് സങ്കടം വരും. ഓരോ പിള്ളേർക്കൊക്കെ എത്ര പിള്ളേർക്കാണെന്നറിയും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന, അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും എന്താ പറയുക, ശരിക്കും സമാധാനം തന്നെ നഷ്ടപ്പെടുന്ന പോലെയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ അത്രയ്ക്കും നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടും സ്നേഹിച്ചിട്ടും നമ്മളിരിക്കണം. നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ അവരെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മൾ അവരെ സ്നേഹിച്ച് അവർ നമുക്ക് ആ സ്നേഹം തരുന്നില്ലെങ്കിൽ അത് പിന്നെ കാലം അവർക്കുള്ള തെളിയിച്ചു കൊടുത്തോളും. അത്രയുള്ളൂ. നമ്മൾ അമ്മമാർ എന്ന നിലയ്ക്ക് നമ്മൾ മക്കളെ സ്നേഹിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അധ്വാനിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് മക്കളെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ വർക്കിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഓരോന്നൊക്കെ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചീത്ത പറയും. പിന്നെ നമ്മൾ ചീത്ത പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാകും. കാരണം പിന്നെ എൻ്റെ മനസ്സിൽ വരും, അയ്യോ എൻ്റെ സ്വത്തുട്ടിക്ക് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ, ഞാൻ ചീത്ത പറയണ്ടായിരുന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ സോറി പറയും കേട്ടോ. നമ്മൾ അമ്മമാരായാലും മക്കളുടെ അടുത്ത് സോറി പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഞാനായാലും ശരി, ചേട്ടനായാലും ശരി, എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ സോറി പറയും സ്വത്തുട്ടിയുടെ അടുത്ത്. അപ്പോൾ അവർക്കത് കേൾക്കുമ്പോഴല്ലോ ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്തും തെറ്റുണ്ടാകുമ്പോൾ നമ്മുടെ അടുത്തും വന്നിട്ട് അവർ സോറി പറയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ അടുത്ത് അവ പെരുമാറുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയാണെന്ന് പറയുകയാണ്. അപ്പം ഇത് ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചേട്ടനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. എൻ്റെ ചേട്ടന് സാധാരണ കൂലിപ്പണിയാണ് കേട്ടോ. എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചേട്ടൻ കല്യാണം കഴിച്ച സമയത്ത് ആള് ഖത്തറിൽ ഡ്രൈവറായിരുന്നു. 8 വർഷത്തോളം ആൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ. കല്യാണത്തിന് മുന്നേ ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് ആള് ഖത്തറിലേക്ക് പോയതാണ്. അവിടെ അറബിയുടെ വീട്ടിലായിരുന്നു കേട്ടോ അവർ ഡ്രൈവറായിട്ട്. പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ വന്നതാണ്. പിന്നെ കൊറോണ കാരണം പിന്നെ പോകാനും പറ്റിയിട്ടില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് കേൾക്കുന്നവർ കേട്ട് മടക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മളിതിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോഴാണ് പുതുതായിട്ടുള്ള നമ്മുടെ ചാനൽ കാണുന്നവർക്കും നമ്മളെ കുറിച്ചിട്ട് മനസ്സിലാകുകയും അവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല.
അപ്പോൾ ചേട്ടൻ ഇപ്പോൾ മരപ്പണിക്കാണ് പോകുന്നത്. മരം മുറിക്കാനും മരത്തിൽ കയറി മുറിക്കാനും അങ്ങനെയൊക്കെ മരപ്പണിക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്കത് പറയുന്നതിന് വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നോക്കുന്നത്. കൊള്ളയടിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടെടുത്തിട്ടോ ഒന്നല്ല നമ്മളെ നോക്കുന്നത്. അത്യാവശ്യം നല്ല പോലെ കഷ്ടപ്പെട്ട് പൊരിവെയിലത്തായാലും മഴയത്തായാലും പോയിട്ട് പണിയെടുത്തിട്ട് തന്നെ നമ്മളെ നോക്കുന്നത് കേട്ടോ. അതെവിടെ വേണമെങ്കിലും പറയാനും എനിക്ക് മടിയൊന്നുമില്ല. അപ്പോൾ ചേട്ടനുള്ള ചായ ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചായ എടുത്തപ്പോൾ ചൂട് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുള്ള ചായ ഞാൻ തന്നെ കുടിച്ചു. അപ്പോൾ ചേട്ടനുള്ള ചായ ഞാൻ ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അടുക്കളത്തെ പരിപാടികൾ എന്ന് പറയുന്നത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ വറുത്ത് വെച്ചു, എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്നപ്പോഴാണ് അയ്യോ മോട്ടർ ഇട്ട കാര്യം മറന്നുപോയത്. അങ്ങനെ പിന്നെ മോട്ടർ നിറഞ്ഞ ടൈമും ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമും ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം മോട്ടറൊക്കെ ഓഫ് ചെയ്ത് വന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ റെഡി ആവുന്നുണ്ട്. സ്വത്തുട്ടി ഉണ്ട്, നല്ല ഉറക്കമാണ്. തണുവായിരുന്നല്ലോ, മഴ പെയ്തിട്ടുണ്ട്. ആ തണുപ്പിൽ ആൾ അനങ്ങാട് അവിടെ കിടക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നു. അപ്പോൾ സ്വത്തുട്ടി എണീറ്റ് വന്നു. അങ്ങനെ സ്വത്തുട്ടി കുറച്ച് നേരം അങ്ങനെ ഉറക്കത്തിൻ്റെ ആ മൂഡ് മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ ദേ കാലൊക്കെ കഴുകാൻ പോയപ്പോൾ സ്വത്തുട്ടി വെറുതെ ഉറക്കം ശരിയായിട്ടില്ല, കണ്ണടച്ച് കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.